അഖില, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ സത്യം നീ അറിയണം. ഇങ്ങേര് പറയാൻ പോകുന്നത് ആ സ്ഫടികമാല മാറ്റിയ കാര്യം തന്നെയായിരിക്കും. എന്താ കൃഷ്ണേട്ടാ, എന്താ പറയാനുള്ളത്? ഞാൻ അറിയാതെ എന്ത് സത്യം ഇവിടെ ഉള്ളത്? എന്ത് പറ്റി കൃഷ്ണേട്ടാ? കൃഷ്ണേട്ടൻ ആകെ വേർക്കുന്നുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഇവിടെ നടന്ന കാര്യങ്ങളുടെ സത്യം നീ അറിഞ്ഞ? അല്ല ചേച്ചി, ഒരു നിമിഷം, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ചേച്ചി, ഇപ്പൊ ഈ കാര്യം നടക്കട്ടെ. അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട. അതൊക്കെ പിന്നെ പറയാലോ. വിലാസിനി, ഇതൊന്നും മാറ്റിവെക്കാനുള്ള കാര്യമല്ല, ഇപ്പൊ പറയണം. അഖില, ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അയ്യോ, ഞാൻ പറയാൻ പോകുന്നത് അതിലും പ്രധാനപ്പെട്ട കാര്യ. ചേച്ചി, ഈ പൂജ മുടങ്ങരുത്, ദോഷമാ. വിലാസിനി, ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. എനിക്ക് അഖിലയോട് ചിലത് സംസാരിക്കാനുണ്ട്. അയ്യോ ചേച്ചി, മുഹൂർത്തം തെറ്റിപ്പോയ പൂജ മുടങ്ങും. ചേച്ചി ഇതിലൊന്ന് ശ്രദ്ധിക്ക്. വിലാസിനി, ഞാൻ അഖിലയോട് എനിക്ക് പറയാനുള്ളത് പറയട്ടെ. അല്ല, അത് ചേച്ചി മുഹൂർത്തം പ്ലീസ്. നിന്റെ മിണ്ടിപ്പോരുത് കൃഷ്ണേട്ടാ. എന്താ 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 പ്രശ്നം? പറയൂ. ഈ പൂജയിൽ പൂജ കൃഷ്ണേട്ടാ, ഈ പൂജയിൽ അയ്യോ അച്ഛാ, അച്ഛാ, കൃഷ്ണേട്ടാ, സർ, കൃഷ്ണേട്ടാ, അങ്കിൾ, കൃഷ്ണേട്ടാ, സർ, എന്താ പറ്റിയേ? അച്ഛാ, അച്ഛാ, എന്ത് പറ്റി? കൃഷ്ണേട്ടാ, അച്ഛാ, കൃഷ്ണേട്ടാ, അച്ഛാ, അച്ഛാ, എന്ത് പറ്റി അച്ഛാ? എന്താ കൃഷ്ണേട്ടാ? വണ്ടി എടുക്ക്. ശരിയമ്മേ. അയ്യോ കൃഷ്ണേട്ടാ, എന്താ പറ്റിയേ? ആനന്ദ്, വേഗം. അങ്കിൾ, കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ. ഒരു രക്ഷയില്ല പ്രിയങ്ക. ഗംഗയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നേയില്ല. നീ ആ തൃച്ചംബരത്തെ ചാവേറുണ്ടല്ലോ, വിലാസിനി മാഡം, നീ അവരെ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട ശ്രീനേട്ടാ, ആരെയും വിളിക്കണ്ട. ഗംഗയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എങ്കിൽ തൃച്ചംബരത്ത് വിശേഷങ്ങൾ തുടങ്ങി എന്നാണ് അർത്ഥം. നീ എന്തൊക്കെയാ പ്രിയങ്ക ഈ പറയുന്നേ? തൃച്ചംബരത്ത് വിശേഷം തുടങ്ങിയെന്നോ? പ്രിയങ്ക പറയുന്നത് പരമസത്യ ശ്രീനേട്ടാ. നാഗമഠത്തെ ഗംഗ തൃച്ചംബരത്തെ ഗംഗയാകാൻ പോകുന്നു. പ്രിയങ്ക? അതെ ശ്രീനേട്ടാ, തൃച്ചംബരത്തെ അംഗത്വമെടുത്ത് അവിടത്തെ ഒരാളായി വാഴാനല്ല, തൃച്ചംബരത്തിന്റെ നാഡീ ഞരമ്പുകളിൽ ഉഗ്രവിഷം പടർത്തി തളർത്താൻ. പതിയിരിക്കാൻ പറ്റിയ സ്ഥലം പതിച്ചു കിട്ടിയ അവസ്ഥയാ അവൾക്ക്. അപ്രതീക്ഷിത സമയത്ത് സർപ്പദംശനം പ്രതീക്ഷിക്കാം ഇനി തൃച്ചംബരത്തുകാർക്ക്. പ്രിയങ്ക, നീ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ ഒന്നുമില്ല ശ്രീനേട്ട. ആചാരപ്രകാരം 3 നാൾ വ്രതമെടുത്ത് തൃച്ചംബരത്തെ കാരണവന്മാരുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി തൃച്ചംബരത്തെ അംഗമാക്കി മാറ്റുന്ന ചടങ്ങ് നടക്കാൻ പോവുക അവിടെ. ദേ സത്യം. ഗംഗയാ? എടുക്ക്, സന്തോഷ വാർത്തയല്ലേ. ഹലോ ഗംഗ.
ആ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ. ഫോൺ. ഹലോ ഗംഗ, ശരി. കാര്യങ്ങള് നമ്മൾ വിചാരിക്കുന്ന വഴിക്കല്ലല്ലോ പ്രിയങ്കേ. വഴിമാറി പോകുന്നതിന് നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതിലാ പ്രിയങ്കയ്ക്കൊരു ത്രില്ല്. ശ്രീനേട്ടൻ വാ. വിഷമിക്കാതമ്മേ, അച്ഛനൊന്നും വരില്ല. ECG വേരിയേഷൻ ഉണ്ട് ഡോക്ടർ. ഐസി എവിടെ? അതുവഴി. ബ്രോ, അച്ഛനെന്താ പറ്റി? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന. ദൈവമേ. അമ്മ കരയല്ലേ? ഒന്നുമില്ല, നമ്മുടെ അച്ഛനൊന്നും ഉണ്ടാവില്ല. അവരോടെന്താ പറയുക? എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലേ അവരോട് പറയാൻ പറ്റൂ. വലിയ പ്രശ്നമില്ല. ഓക്കെ ഡോക്ടർ, വരൂ. ഡോക്ടർ, ഒന്നുമില്ല മാഡം, പേടിക്കാനൊന്നുമില്ല. ECGയിലൊന്നും ഒരു വേരിയേഷനും കാണുന്നില്ല. മാഡത്തിനോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. വരൂ. എന്താ ഡോക്ടർ? ശിവരാമകൃഷ്ണൻ സാറിന് ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ല, പക്ഷെ അദ്ദേഹത്തിന് മെന്റലി പ്രഷറുണ്ട്. എന്തോ വല്ലാത്ത ടെൻഷനില്ല. ബിസിനസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതോ എനി ഫാമിലി പ്രോബ്ലം? അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല ഡോക്ടർ. അദ്ദേഹത്തിന്റെ മനസ്സിൽ പുറത്തു പറയാനാവാത്ത എന്തോ ടെൻഷനുണ്ട്. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം. കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മനസ്സിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കണ്ടെത്തണം. അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ട്രീറ്റ്മെന്റ്. ശരി ഡോക്ടർ. വിലാസിനി, ഞാൻ അഖിലയോട് എനിക്ക് പറയാനുള്ളത് പറയട്ടെ.
കൃഷ്ണേട്ടാ എന്താ 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 പ്രശ്നം പറയേ. ഈ പൂജയിൽ പൂജ കൃഷ്ണേട്ടാ പൂജയിൽ നാശം. ആ കൃത്യസമയത്ത് തന്നെ അങ്ങേർക്കൊരു നെഞ്ചുവേദന. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഗംഗ എന്നേക്കുമായി തൃച്ചംബരത്തേതായി മാറിയേനെ. സംഭവം ശരിയാ ആന്റി. എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നാലേ ദൈവത്തിന് ഒരു പണിയില്ലതായി പോവില്ല ആന്റി. എടി ദേ അധിക തത്വജ്ഞാനൊന്നും വിളമ്പണ്ട കേട്ടോ. ഞാനല്ലെങ്കിൽ ഇവളുടെ പേരുമാറ്റൽ ചടങ്ങ് മുടങ്ങിപ്പോയല്ലോ എന്ന് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അവളൊരു ഫിലോസഫിയും കൊണ്ടുവരുന്നത്. അവളെ വിടാൻഡി, നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ആ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നവര് തിരിച്ചു വന്നാലല്ലേ അറിയൂ നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന്. ശിവരാമൻ അങ്കിള് ചാവത്തൊന്നും ഇല്ല ആന്റി. അങ്കിൾ ഒരു കുഴപ്പവും കൂടാതെ വീട്ടിലേക്ക് തിരികെ വരും. ശിവരാമൻ അങ്കിൾ ചത്തുപോയ ശവസംസ്കാരം, സഞ്ചയനം, 16 അടിയന്തരം, 41 ആണ്ടുബലി, പിന്നെ പുലവിടാൻ വേറെ ഒരു 6 മാസം, അങ്ങനെ കുറെ നാളങ്ങ് കഴിഞ്ഞു പോകും. അതിനുശേഷമേ തൃച്ചംബരത്തെ ഏതൊരു ചടങ്ങും നടക്കൂ. അതെ ആന്റി, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഈ പേരുമാറ്റൽ ചടങ്ങ് നടക്കണമെങ്കിൽ ശിവരാമൻ അങ്കിള് ഒരു കുഴപ്പവും കൂടാതെ തിരികെ വരണം. പറ്റുമെങ്കിൽ അതിനുവേണ്ടി നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്താം. എങ്ങനെ? ഓ ആന്റി, അവള് പറഞ്ഞതിലും കാര്യമില്ലാതില്ല. അതാണ്. ആരോ വന്നല്ലോ. ദേ അഖിലേന്റി വന്നിട്ടുണ്ട്. ഞാനോ? അയ്യോ ചേച്ചി, എന്റെ ശിവരാമേട്ടൻ എങ്ങനെയുണ്ട് ചേച്ചി? ദേ, എന്റെ കൈയും കാലും അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഓടി വന്നേനെ ഹോസ്പിറ്റലിലേക്ക്. അയ്യോ എന്തെങ്കിലും ഒന്ന് പറ ചേച്ചി. ആന്റി, അങ്കിളിനിപ്പോ കൃഷ്ണേട്ടന് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക. ഒന്നും വരില്ല ചേച്ചി, ഒന്നും വരില്ല. ഞാൻ എന്തോരം നേർച്ച നേർന്നെന്ന് അറിയാമോ? അതെ, ഞങ്ങളും അതെ. ആന്റി, ഞാനിപ്പോ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക്. വേണ്ട, ഇപ്പൊ ആരും അങ്ങോട്ട് പോണ്ട. എന്നെ പോലും നിർത്തുന്നില്ല. ആരും ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നാന്റി, എന്തൊരു അഭിനയോ! ഗംഗേ, നിന്നെ തൃച്ചംബരത്തെ അംഗമാക്കുന്ന ഈ ചടങ്ങ് നീണ്ടുപോകുന്നത് എന്തുകൊണ്ടോ അപകട. എന്തോ പറയാൻ വന്നപ്പോഴാ ശിവരാമേട്ടൻ തളർന്നു വീണേന്ന് നീ ഓർക്കണം. അതേതായാലും ഈ ചടങ്ങ് വേഗം നടത്തണമെന്നായിരിക്കില്ല. അങ്ങേര് ഇതിന് തടസ്സമുണ്ടാക്കുന്നതിന് മുൻപേ അഖിലയെ കൊണ്ടിത് നടത്തിക്കണം. ആന്റി, അതിപ്പോ ചടങ്ങ് ഇന്ന് തന്നെ നടത്താൻ പറ്റുമെന്ന് ഞാനിന്ന് അഖിലയോട് ചോദിക്കട്ടെ. ആന്റി, പിറകീന്ന് വിളിക്കുന്നു അവശകുനം. ചേച്ചി, ചേച്ചി ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ആ ശിവരാമേട്ടന്റെ നല്ല മനസ്സിന് ശിവരാമേട്ടന് ഒന്നും വരില്ല. അയ്യോ, ആ അത് ഈ തൃച്ചംബരത്തെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് ശിവരാമേട്ടന്. എനിക്ക് തോന്നുന്നതേ ഇനി ഇന്നലെയോ മറ്റോ ശിവരാമേട്ടൻ ഗുളിക കഴിക്കാൻ മറന്നിട്ടുണ്ടാവോ?
ഗുളികയൊക്കെ കഴിച്ചു തന്നെയാ. കൃഷ്ണേട്ടന് ഗുളിക എടുത്തു കൊടുത്ത ഞാനായിരുന്നു. ആ, അയ്യോ അതൊക്കെ എനിക്കറിയാം. ചേച്ചി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി തിരക്കിനിടയിൽ എങ്ങാനും ചേച്ചി മറന്നുപോയോ എന്ന് ചിന്തിച്ച് ഞാൻ പറഞ്ഞു പോയതാ. അല്ലെങ്കിലും വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ തൽക്കാലത്തേക്ക് ഒരു തടസ്സം ഉണ്ടായെന്ന് വിചാരിച്ചാ മതി. ശിവരാമേട്ടൻ ഉടൻ തന്നെ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരും. ചേച്ചി, ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനാ വന്നത്. എന്തൊക്കെയായാലും ഗംഗയുടെ പൂജയിൽ കാരണവന്മാര് തൃപ്തിപ്പെട്ടു. അവക്ക് മൂത്ത മരുമകളാകാനുള്ള അംഗീകാരവും കൊടുത്തു. കാരണവന്മാരുടെ അംഗീകാരം കിട്ടിയാ പിന്നെ അധികം വൈകാതെ ചടങ്ങ് നടത്തണമെന്നാണല്ലോ നിയമം. അത് തെറ്റിക്കാതെ നമുക്ക് ആ ചടങ്ങ് നടത്തിക്കൂടെ ചേച്ചി? നിനക്കിപ്പോ അതാണോ പ്രധാനം? അയ്യോ അയ്യോ എനിക്കല്ല, നമുക്ക്. അതും പ്രധാനമാണല്ലോ. ഗംഗ 3 ദിവസത്തെ പൂജ ഭംഗിയായി ചെയ്തു. സ്ഫടികമാലയും വെളുത്തു. കാരണവന്മാരുടെ അനുഗ്രഹവും വാങ്ങിച്ചല്ലോ. ശിവരാമേട്ടന് അസുഖമൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും അനുഗ്രഹത്തോടെ ഈ ചടങ്ങ് നടത്താനിരുന്നതല്ലേ? അല്ല, അത് നീട്ടിവെക്കാതെ ഇന്ന് തന്നെ നടത്താൻ പറ്റോന്ന് ചോദിക്കുകയായിരുന്നു. സ്ഫടികമാല വെളുത്തിട്ടുണ്ടാവാം. പക്ഷേ കൃഷ്ണേട്ടന് പെട്ടെന്ന് അസുഖം വന്നതിൽ എന്തോ അപശകനമുണ്ട്. എന്റെ ഈശ്വരാ, വീണ്ടും ശകുനത്തെ കയറി പിടിച്ചിരിക്കുകയാണല്ലോ. കൃഷ്ണേട്ടൻ എന്തോ കാര്യം പറയാൻ വന്നപ്പോഴാ അത് പറയാൻ സാധിക്കാതെ പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീണത്. ഡോക്ടറും പറഞ്ഞു കൃഷ്ണേട്ടന് ശാരീരികമായി ഒരസുഖമില്ല, മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ചോദിച്ചറിഞ്ഞ് പരിഹരിക്കണമെന്ന്. അയ്യോ, അതുകൊണ്ട് കൃഷ്ണേട്ടൻ ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ. എന്താ പറയാൻ ശ്രമിച്ചെന്ന് ചോദിച്ചറിയട്ടെ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഈ ചടങ്ങ് വേണോ വേണ്ടയോന്ന്. അയ്യോ ചേച്ചി, അത് പിന്നെ ഈ ശിവരാമേട്ടന് ബോധം കെട്ട് വീഴാൻ കണ്ട സമയം. ഇനിയിപ്പോ എന്താ ഒരു വഴി? അഖില, ഗംഗയ്ക്ക് കാരണവന്മാരുടെ അനുഗ്രഹം കിട്ടിയെന്ന് വിശ്വസിച്ച് ഗംഗയെ എന്നേക്കുമായി തൃച്ചംബരത്തിന്റെ അംഗമാക്കാനുള്ള അവസാന ചടങ്ങിന്റെ ഒരുക്കത്തിലാണ്. പക്ഷേ ഈ സത്യം അഖില അറിഞ്ഞില്ലെങ്കിൽ ഗംഗ ഇന്നു മുതൽ ഈ തൃച്ചംബരത്തിന്റെ അംഗമാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചടങ്ങ് തടഞ്ഞേ പറ്റും. എന്താ ചേച്ചി പറയുന്നേ? പൂജ ചെയ്ത സ്ഫടികമാല അവര് മാറ്റിയെന്നോ? അതെ അനിയൻകുട്ടാ, ഞാൻ പൂജ ചെയ്ത സ്ഫടികമാലയാ വെളുത്തത്. ഞാനത് വല്യുവിനെ കാണിച്ചതുവാ. എന്റെ സ്ഫടികമാല അവര് മാറ്റി അവരുടേതാക്കിയതാ. ഇക്കാര്യം അഖില മേഡത്തിനോട് തുറന്നു പറയാൻ വന്ന സാറിന് നെഞ്ചുവേദന ഉണ്ടായി. സാറിപ്പോ ഹോസ്പിറ്റലിലാ. ചേച്ചി രഹസ്യമായി പൂജ ചെയ്യുന്നത് ആ ഡാഗിനെയും ഗംഗയും കണ്ടു കാണും. അതെ, അങ്ങനെ തന്നെ ആയിരിക്കും. വിലാസിനി മേഡം എടുത്ത് മാറ്റിയതായിരിക്കും ആ സ്ഫടികമാല. അത് കാണിച്ച് അഖില മേഡത്തിന് അവര് പറ്റിക്കുകയും ചെയ്തു. സാറിന് നെഞ്ചുവേദന വന്നില്ലായിരുന്നെങ്കിൽ സാർ അത് അഖില മേഡത്തിനോട് തുറന്നു പറയുമായിരുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞാൽ അതും വലിയ പ്രശ്നമാവില്ലേ? ചേച്ചി പൂജ ചെയ്യുന്ന അഖില മേഡം അറിയില്ലേ?